കഴിഞ്ഞ ക്ലാസ്സിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ച് എങ്ങനെയൊക്കെ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാം, അതിൻ്റെ ഡയഗ്രാം വരക്കാം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളത് കാർബണിൻ്റേതും നൈട്രജൻ്റെതും ഓക്സിജൻ്റെതും ഫ്ലൂറിൻ്റേതും ഒക്കെ ആയിട്ടുള്ള എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത്, നമ്മളിപ്പോൾ കാണുന്ന കോൺഫിഗറേഷൻസ് ഒരിക്കലും ആറ്റംസിൻ്റെ അല്ല, എലമെൻസിൻ്റെ അല്ല, കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെതാണ് കാണാൻ പറ്റുക. ഒന്നിലധികം ആളുകൾ കൂടിച്ചേർന്നതിൻ്റെ കോൺഫിഗറേഷൻ പറയുന്നതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്ത് വന്നത്, മോളിക്കുലാർ എന്ന പേര് അതിൽ വന്നത്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ സംഗതികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂള് സ്റ്റേബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂൾ സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടോ, വെറുതെ തന്നതാണോ, നിങ്ങൾക്ക് വെറുതെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി തന്നതാണോ, അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടോ, സ്റ്റേബിൾ ആണോ. രണ്ടാമത്തത്, അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? എന്താ ബോണ്ട് ഓർഡർ? നമ്പർ ഓഫ് ബോണ്ട്സ്, ബോണ്ടുകളുടെ എണ്ണം. സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ? ഇതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ബോണ്ട് ഓർഡർ എത്രയാണ്? അങ്ങനെ ബോണ്ട് ഓർഡർ എത്രയാണെന്ന് നോക്കുക. സ്റ്റേബിൾ ആണെങ്കിൽ ബോണ്ട് ഓർഡർ എത്രയാണെന്ന് നോക്കുക. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ് എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, മാഗ്നറ്റ് അല്ല. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, മാഗ്നറ്റ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും നമുക്കൊരു കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കോൺഫിഗറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന 3 സ്റ്റെപ്പുകൾ: ഒന്ന് സ്റ്റേബിൾ ആണോ, അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എത്രയാണ്. ഇത്രയും സംഗതികളാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. C2 എന്ന് പറഞ്ഞാൽ കാർബൺ മോളിക്യൂളാണ്. 2 കാർബൺ ചേർന്നതാ. അഥവാ C2ൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? നമ്മൾ എഴുതിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി. 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. C2ൽ 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ C2ൻ്റെ ഞാൻ എങ്ങനെ എഴുതുക? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 അങ്ങനെ എഴുതും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 2 3 4 പിന്നെയോ 2 1 2 1. ഇനി 12 ഇലക്ട്രോൺസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12. C2വിൻ്റെത് ഞാൻ കൊടുത്തു. നമുക്കറിയാം സ്റ്റാർ ഇടാനൊക്കെ അറിയാം. സ്റ്റാർ ഇല്ലാത്തത്, സ്റ്റാർ ഉള്ളത്, സ്റ്റാർ ഇല്ലാത്തത്, സ്റ്റാർ ഉള്ളത്. സ്റ്റാർ ഇല്ലാത്ത ഈ 3 സെറ്റ്, സ്റ്റാർ ഉള്ള 3 സെറ്റ്, ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അഥവാ സിഗ്മ 1s2. ഇതാണ് സിഗ്മ 1s, അറിയാലോ. സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2 അറിയാലോ, സിഗ്മ സ്റ്റാർ 2s2 അറിയാലോ, സിഗ്മ 2p പൈ 2px, എക്സും വൈനും പയ്യാണ് വരിക, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. പൈ 2pxും പൈ 2pyയും, പിന്നെ സിഗ്മ 2pz, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz, അങ്ങനെ അങ്ങ് പോകും. എഴുതാൻ അറിയാലോ. യെസ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, ഇത് സ്റ്റേബിൾ ആണോ അല്ലയോ. അതിന് നിങ്ങൾ നോക്കേണ്ടത്, നോക്കിക്കേ, സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക. അതായത് സ്റ്റാർ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ഇല്ലാതെ കാണിച്ചത്. സ്റ്റാർ ഇട്ട് കാണിച്ചത് ആന്റി ബോണ്ടിങ് ആണ്. അപ്പൊ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്മ 1s ബോണ്ടിങ് ആണ്, സിഗ്മ 2s ബോണ്ടിങ് ആണ്, പൈ 2pxും പൈ 2pyയും ബോണ്ടിങ് ആണ്. സ്റ്റാർ ഇല്ലാത്ത ഈ ഓർബിറ്റലുകളൊക്കെ ബോണ്ടിങ് ഓർബിറ്റലാണ്. ഇതൊക്കെ ഓർബിറ്റലാണല്ലോ, ഞാൻ ഈ വരച്ച ലൈൻസ് ഒക്കെ ഓർബിറ്റലാണ്. ഈ ഓർബിറ്റൽ സ്റ്റാർ ഇല്ലാതെ നമ്മൾ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്.
ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ആന്റി ബോണ്ടിങ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും വെച്ചുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു തന്നിരുന്നു ഞാൻ. അപ്പം ഇത് സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്, അതിനെ നമ്മൾ NB എന്ന് വിളിക്കും. NB മീൻസ് ബി എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് NB. NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ്. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അഥവാ ABMO. അപ്പോൾ ഇത് നമ്മൾ നോക്കുക, ബോണ്ടിങ്ങിൽ എത്രയുണ്ട്, ആന്റി ബോണ്ടിങ്ങിൽ എത്രയുണ്ട്. ബോണ്ടിങ്ങിൽ എത്രയുണ്ട് സ്റ്റുഡൻസ്? ഇതാ ഇവിടെ രണ്ടെണ്ണം, അപ്പോൾ 4, ഇവിടെ രണ്ടെണ്ണം, അപ്പോൾ എത്ര? 8 ആയി ടോട്ടൽ. അതായത് 1 2 3 4 5 6 7 8. അപ്പോൾ NBയുടെ എണ്ണം എത്രയാണ്? NBയുടെ എണ്ണം 8. അഥവാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ബോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസിൽ 8 ഇലക്ട്രോൺസ് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആന്റി ബോണ്ടിങ്ങിൽ എത്ര എണ്ണം കിടക്കുന്നു? ആന്റി ബോണ്ടിങ്ങിൽ നോക്ക് 1 2 3 4 4 അല്ലേ ഉള്ളൂ. സിഗ്മ സ്റ്റാർ 1s 2 എണ്ണം, സിഗ്മ സ്റ്റാർ 2s 2 എണ്ണം, അഥവാ ടോട്ടൽ 4. Na = 4. ഇങ്ങനെ 2 നോളജ് നമുക്ക് കിട്ടി. അഥവാ ബോണ്ടിങ് ആയിട്ടുള്ളതിൽ ഇലക്ട്രോൺസ് 8 ഇലക്ട്രോൺസ് ഉണ്ട്, ആന്റി ബോണ്ടിങ് ആയിട്ടുള്ളതിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 12 ഇലക്ട്രോൺസ്, 8 + 4. ഇനി സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കും? അപ്പോൾ സ്റ്റെബിലിറ്റി എങ്ങനെ കാണാം? സ്റ്റെബിലിറ്റി നമുക്ക് എങ്ങനെ പരിശോധിക്കാം? സ്റ്റെബിലിറ്റി പരിശോധിക്കാനുള്ള സംഗതി കണ്ടോ? ഇഫ് NB ഗ്രേറ്റർ ദാൻ NA, NB അഥവാ ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആരെക്കാൾ? ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസിനേക്കാൾ ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റേബിൾ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ? ഇഫ് NA ഗ്രേറ്റർ ദാൻ NB, or NA equal to NB, സ്റ്റാർ ഉള്ളതിലും സ്റ്റാർ ഇല്ലാത്തതിലും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതല്ലെങ്കിൽ ആന്റി ബോണ്ടിങ്ങിൽ കൂടുതലും ബോണ്ടിങ്ങിൽ കുറവും, അങ്ങനെയാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണെന്ന് പറയും. ഓർത്തു വെച്ചോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല. അപ്പോൾ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെങ്കിൽ ഏതിലാണ് ഇലക്ട്രോൺസ് കൂടുതൽ വേണ്ടത്? ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിലേ അയാൾ സ്റ്റേബിൾ ആവുള്ളൂ അതിൽ. അല്ലെങ്കിൽ എന്താ അർത്ഥം? ആന്റി ബോണ്ടിങ്ങിലാണ് കൂടുതലെന്ന് വിചാരിക്കാം. ആന്റി ബോണ്ടിങ്ങിലാണ് കൂടുതലെന്ന് വിചാരിക്കുക. ആന്റി ബോണ്ടിങ്ങിന് എന്ത് കൂടുതലാണ്? എനർജി കൂടുതലാണ്. എനർജി കൂടിയാൽ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കുറയും. അപ്പം ആന്റി ബോണ്ടിങ്ങിൽ കൂടിയാൽ എനർജി കൂടും, അപ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അതാണ് സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞത്. ബോണ്ടിങ്ങിൽ കൂടിയാലോ? ബോണ്ടിങ്ങിലാണ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലെങ്കിൽ, അഥവാ ബോണ്ടിങ് എന്ന് പറയുന്ന ഈ ബോണ്ടിങ് ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ 3-4 റൂമുണ്ട് എന്ന് വിചാരിക്കാം. 3-4 റൂമുണ്ട്. ഒന്ന് ബോണ്ടിങ് ആണ്, അടുത്ത റൂം ആന്റി ബോണ്ടിങ് ആണ്, അടുത്ത റൂം ബോണ്ടിങ് ആണ്, അടുത്ത റൂം ആന്റി ബോണ്ടിങ് ആണ്. അപ്പോൾ ചില ഇലക്ട്രോൺസ് ബോണ്ടിങ് എന്ന് പറയുന്ന റൂമിലാണ്, ചില ഇലക്ട്രോൺസ് ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞ അടുത്ത റൂമിലാണ്. അപ്പം ഇലക്ട്രോൺസ് ബോണ്ടിങ് എന്ന് പറയുന്ന റൂമിലാണ് കൂടുതലും നിൽക്കുന്നതെങ്കിൽ അത് സ്റ്റേബിളാണ്, കാരണം അവർക്ക് എനർജി കുറവായിരിക്കും, അപ്പോൾ സ്റ്റേബിളാണ്. ഇനി ഇലക്ട്രോൺസ് ആന്റി ബോണ്ടിങ്ങിലാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ, ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞ റൂമിലാണ് ഇവർ താമസിക്കുന്നതെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല, കാരണം എനർജി കൂടുതലാണ്. എനർജി കൂടുതലായതുകൊണ്ട് സ്റ്റെബിലിറ്റി. ഇതാണ് സ്റ്റേബിൾ. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ NA = NB ആണെങ്കിലും അൺസ്റ്റേബിൾ ആയിരിക്കും. ആന്റി ബോണ്ടിങ്ങിൻ്റെയും ഇലക്ട്രോൺസുകളുടെ എണ്ണം ഈക്വൽ ആണെങ്കിലും അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി എങ്ങനെ നോക്കാമെന്ന് മനസ്സിലായോ? എങ്കിൽ C2വിൻ്റെ സ്റ്റെബിലിറ്റി എത്ര? സ്റ്റെബിലിറ്റി എത്ര എന്നല്ല, സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? NBയുടെ എണ്ണം 8, NAയുടെ എണ്ണം 4. ദാറ്റ് ഈസ് NB ഗ്രേറ്റർ ദാൻ NA. ശരിയല്ലേ? ബോണ്ടിങ്ങിൽ താമസിക്കുന്ന ആളുകളുടെ, ബോണ്ടിങ് ഓർബിറ്റലിലുള്ള ആളുകളുടെ എണ്ണം ആന്റി ബോണ്ടിങ്ങിനേക്കാൾ കൂടുതലാണ്. ആന്റി ബോണ്ടിങ്ങിനേക്കാൾ കൂടുതലാണ് ബോണ്ടിങ്ങിൽ. അത് കൂടുതലായാൽ എനർജി കുറയും, സ്റ്റെബിലിറ്റി കൂടും, കാരണം ഇയാൾക്ക് എനർജി കുറവാണ്. അപ്പം ഇതിൽ ആളുകൾ കൂടിയാൽ ഇയാളുടെ എനർജി കുറയും, സ്റ്റെബിലിറ്റി കൂടും.
സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇതെന്താണ്? സ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ ആണ്. സോ C2 ഈസ് സ്റ്റേബിൾ. അങ്ങനെ എഴുതി വെക്കണം. C2 ഈസ് സ്റ്റേബിൾ. C2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. C2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സ്റ്റേബിൾ. ഒന്നുകൂടി പറഞ്ഞേ, C2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്, എക്സിസ്റ്റ് ആണ്. എക്സിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണല്ലോ സ്റ്റെബിലിറ്റി. അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കട്ടോ. സ്റ്റേബിൾ എന്നുള്ള വേർഡിന് പകരം ചിലപ്പോൾ എക്സിസ്റ്റ് ആണോ എന്ന് ചോദിക്കും. എക്സിസ്റ്റ്, സ്റ്റേബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പം C2 എന്ന് പറയുന്ന ആൾ സ്റ്റേബിൾ ആണ്. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായോ? സ്റ്റെബിലിറ്റി എല്ലാത്തൊന്നും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. NB-യുടെ എണ്ണം നോക്കുക, NA-യുടെ എണ്ണം നോക്കുക. NB-യുടെ എണ്ണം കൂടുതലാണെങ്കിൽ സ്റ്റേബിൾ, NA-യുടെ എണ്ണമാണ് ഗ്രേറ്റർ എങ്കിൽ അൺസ്റ്റേബിൾ. അപ്പോൾ ഇത് സ്റ്റേബിൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് സ്റ്റേബിൾ ആണ്. ഓക്കെ, സ്റ്റേബിൾ ആയിക്കോട്ടെ. ദെൻ ഇത് സ്റ്റേബിൾ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ നോക്കാനുള്ള ഐഡിയ, ഇപ്പൊ നിങ്ങൾ NB-യുടെ എണ്ണം കണ്ടുപിടിച്ചു. എത്ര NB-യുടെ എണ്ണം? 8. എത്ര NA-യുടെ എണ്ണം? 4. NB-യുടെ എണ്ണം കുറവും NA-യുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സ്റ്റേബിളേ അല്ല. അപ്പൊ അങ്ങനെ സ്റ്റേബിൾ അല്ലാത്ത ഒരാളുടെ ബോണ്ട് ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല, സ്റ്റേബിൾ അല്ലെങ്കിൽ. ഇവിടെ സ്റ്റേബിൾ ആണ്, കാരണം NB-യുടെ എണ്ണം കൂടുതലും NA-യുടെ എണ്ണം കുറവും. അഥവാ ബോണ്ടിങ്ങിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇത് സ്റ്റേബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ബോണ്ട്സ്, ബോണ്ടുകളുടെ എണ്ണം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച NB-യിൽ നിന്ന് NA മൈനസ് ചെയ്തിട്ട് അതിന്റെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അഥവാ ബോണ്ട് ഓർഡർ BO ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഹാഫ് ഇൻറ്റു NB മൈനസ് NA അഥവാ NB മൈനസ് NA ബൈ 2. NB മൈനസ് NA ബൈ 2. എന്താണ് ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ടിങ് number of electrons in bonding orbital and number of electrons in anti-bonding orbital. എന്താണ് ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ? ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, പിന്നെ ഡെഫിനിഷൻ കാണാൻ പഠിക്കണ്ട. സിമ്പിൾ ആയിട്ട് പറയാം. ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോണ്ടിങ് number of electrons in bonding orbital minus number of electrons in anti-bonding orbital, that is half into NB minus NA. ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ മനസ്സിലായോ? അല്ലെങ്കിൽ NB മൈനസ് NA ബൈ 2. ഇപ്പൊ കിട്ടിയ ആൻസറിനെ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ NB എന്ന് പറഞ്ഞാൽ 8 ആണ്, NA എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ NB മൈനസ് NA ബൈ 2. NB മൈനസ് NA ബൈ 2 എത്രയാ? 8 മൈനസ് 4 ബൈ 2. എത്രയാ? 8 മൈനസ് 4 താഴെ എഴുതിയ കാണൂലേ? 8 മൈനസ് 4 ബൈ 2 അഥവാ 8 മൈനസ് 4 ബൈ 2 ഈക്വൽ ടു 4 ബൈ 2 ഈക്വൽ ടു 2. അപ്പോൾ C2ന്റെ ബോണ്ട് ഓർഡർ 2 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സിക്കും ഇടയിൽ ഡബിൾ ബോണ്ട് ആണ്. അഥവാ C2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട്. സിക്കും ഇടയിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ടാണ്. അതാണ് ബോണ്ട് ഓർഡർ 2 എന്ന് കിട്ടിയത്. ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ബോണ്ടുകളുടെ എണ്ണം. അപ്പോൾ ബോണ്ട് ഓർഡറും നമുക്ക് കിട്ടി. സ്റ്റേബിൾ ആണോ നോക്കി, ബോണ്ട് ഓർഡറും കിട്ടി. രണ്ടും കിട്ടി നമുക്ക്. ബോണ്ട് ഓർഡറും കിട്ടി, സ്റ്റേബിളും കിട്ടി. ഇനി എന്താ നോക്കേണ്ടത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത്. എന്താണ് ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരിക? മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കേ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ വളരെ 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 സിമ്പിളാണ്. ഈ ഓർബിറ്റൽ നോക്കിക്കേ, രണ്ടെണ്ണം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഈ ഓർബിറ്റൽ നോക്കിക്കേ, രണ്ടെണ്ണം ഒരുമിച്ച്. ഈ ഓർബിറ്റൽ രണ്ടെണ്ണം ഒരുമിച്ച്. ഈ ഓർബിറ്റൽ രണ്ടെണ്ണം ഒരുമിച്ച്. ഇതിൽ രണ്ടെണ്ണം ഒരുമിച്ച്. എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്, അഥവാ പെയർഡ് ആണ്. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ്, എല്ലാ ഇലക്ട്രോൺസും പെയർ ആണെങ്കിൽ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. എല്ലാ ഇലക്ട്രോൺസും പെയറായിട്ട് ഒന്നും ലോൺ പെയർ ഇല്ലാണ്ട് എല്ലാം പെയറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കും. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ് ആർ paired, then
ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ദെൻ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. നമ്മളൊരു സബ്സ്റ്റൻസിനെ കുറിച്ചാണല്ലോ നോക്കുന്നത്. ഒരു സബ്സ്റ്റൻസ് എടുത്തു, C2 എടുത്തു, അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, കോൺഫിഗറേഷൻ നോക്കിയിട്ട് എല്ലാ പെയറാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. നോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, മാഗ്നറ്റ് അല്ല. ഡയ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾ, അത് ഓർത്ത് വെക്കണം. ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ആളാണ് C2. C2വിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, C2വിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 കാര്യങ്ങൾ ഒരു കോൺഫിഗറേഷൻ തന്നാൽ മനസ്സിലാക്കാൻ പറ്റും. എക്സാമിന് എപ്പോഴും 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 ചോദിക്കുന്ന ഭാഗമാണ്. വാട്ട് ആർ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ബോണ്ട് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് C2 മോളിക്യൂൾ, അല്ലെങ്കിൽ O2 മോളിക്യൂൾ, അല്ലെങ്കിൽ N2 മോളിക്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കോൺഫിഗറേഷൻ എഴുതി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ C2 എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു? C2വിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആണ്. C2വിൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്. C2വിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ C2വിനെ കുറിച്ചുള്ള പഠനമായി. സിമ്പിൾ. പിന്നെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ പഠിച്ചു, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇങ്ങനെ ഓരോ എലമെൻസിനെ കുറിച്ച് പഠിക്കാനാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലുള്ളത്. നോക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ആരാ നോക്കാം. C2 ഇവിടെ കഴിഞ്ഞു. നമുക്കൊരു 3-4 പേരെയും കൂടെ നോക്കാം. C2 ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് C2 അവിടെ നിൽക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് ലിഥിയം മോളിക്യൂൾ നോക്കാം. Li2. ലിഥിയം മോളിക്യൂൾ Li2. ലിഥിയം മോളിക്യൂൾ Li2 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ, ലിഥിയം മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി, ബോണ്ട് ഓർഡർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറിയണം. അതറിയണമെങ്കിൽ ആദ്യം ഇലക്ട്രോണുകളുടെ എണ്ണം അറിയണം. നമുക്കറിയാം ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ ആണ്. അങ്ങനെ 2 ലിഥിയമാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസിക്കൽ ടു 6. ഒരു ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ, ടോട്ടൽ 2 ലിഥിയത്തിൽ 6 ഇലക്ട്രോൺസ്. അപ്പോൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കോൺഫിഗറേഷൻ വരയ്ക്കാൻ പോവാണ്. 6 ആണ്, 14ലേക്കാൾ കുറവാണ്. അപ്പോൾ സാധാരണ വരയ്ക്കുന്ന പോലെ കോൺഫിഗറേഷൻ മതി. 1 2 3 4 2 1 2 1. 6 ഇലക്ട്രോൺ ആണ് ജസ്റ്റ് കൊടുക്കാനുള്ളത്. 1 2 3 4 5 6. സിമ്പിൾ. അപ്പം നിങ്ങളൊന്ന് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എത്രയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, എത്രയാണ് സ്റ്റെബിലിറ്റി, എങ്ങനെയാണ് ബോണ്ട് ഓർഡർ എന്നൊക്കെ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്തേ. ഇവിടെ നിങ്ങൾക്കറിയാം ഇയാൾക്ക് സ്റ്റാർ ഉണ്ടാവും അല്ലേ? സ്റ്റാർ ഇല്ലാത്തത്, സ്റ്റാർ ഉള്ളത്, സ്റ്റാർ ഇല്ലാത്തത്, സ്റ്റാർ ഉള്ളത്, ഇങ്ങനെയല്ലേ പോവുക. അപ്പോൾ ഇയാൾക്ക് സ്റ്റാർ ഉണ്ട്. ഇനി നോക്കിക്കോ, ആദ്യം NB - NA സ്റ്റെബിലിറ്റി നോക്കുകയാണ്. സ്റ്റെബിലിറ്റി നോക്കുക. സ്റ്റെബിലിറ്റി നോക്കാൻ എന്താ? NBയുടെ എണ്ണം കിട്ടണം. NB എത്രയാ? സ്റ്റാർ ഇല്ലാത്തതിൽ ഇവിടെ 2, സ്റ്റാർ ഇല്ലാത്തതിൽ അവിടെ 2. അപ്പോൾ ടോട്ടൽ 4. സ്റ്റെബിലിറ്റി 4. ഇനി അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ NB കിട്ടി. NA എത്രയാണ്? NA ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എത്രയാണ്? NA എന്ന് പറയുന്ന ഇവിടെ 2. അപ്പോൾ NA എന്ന് പറയുന്ന സ്റ്റാർ ഉള്ളതിലുള്ള എണ്ണം NA എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? NBയുടെ എണ്ണം 4 കിട്ടി, NAയുടെ എണ്ണം 2 കിട്ടി. നമ്മൾ മനസ്സിലാക്കും NBയുടെ എണ്ണം വാല്യൂ വലുതാണ് 4, NAയുടെ വാല്യൂ ചെറുതാണ് 2. സോ NB 4 ഇലക്ട്രോൺസ് ഉള്ള NB ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് സ്റ്റേബിൾ. ലിഥിയം മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ദാറ്റ് ഈസ് NB ഗ്രേറ്റർ ദാൻ NA. അതിൻ്റെ അർത്ഥം സ്റ്റേബിൾ ആണ്, മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. NB ഗ്രേറ്റർ ദാൻ NA, മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ ആണ്. ഗുഡ് ഐഡിയ. നെക്സ്റ്റ് ബോണ്ട് ഓർഡർ നോക്കാം. ബോണ്ട് ഓർഡർ എങ്ങനെ നോക്കും? ബോണ്ട് ഓർഡർ നോക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BO ഈക്വൽ ടു ½ × NB - NA.
half into NB minus N. That is half into NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, then 4 minus 2 എന്ന് പറഞ്ഞാൽ 2, 2/2 equal to 1. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അഥവാ ലിഥിയത്തിന്റെയും ഇടയ്ക്കുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. ദാറ്റ് ഈസ് 2/2. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സിംഗിൾ ബോണ്ടാണ്. അങ്ങനെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നേരത്തെ നമ്മൾ എഴുതിയില്ലെങ്കിൽ C2ൻ്റെ അവിടെ എഴുതാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് തവണയും കാണിക്കാം. ബോണ്ട് ഓർഡർ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിംഗിൾ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡബിൾ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ 3 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ലിഥിയത്തിൻ്റെ ബോണ്ട് ഓർഡർ ഒന്ന് നോക്കി. ലിഥിയം മോളിക്യൂളിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണ് ദെൻ നമുക്ക് കാണാൻ പറ്റുക? ലിഥിയം മോളിക്യൂളിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ കാണാം? ലിഥിയം മോളിക്യൂളിൻ്റെ Li2ൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സിമ്പിളായിട്ട് കാണാം. എങ്ങനെയാണ്? എല്ലാ ഇലക്ട്രോൺസും പെയറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുമ്പോൾ എല്ലാം പെയർഡ് ആണെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ നിങ്ങൾ എഴുതി വെക്കണം, എല്ലാം പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. കാരണം അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ക്യാൻസൽ ആയി പോകും. പെയർ ആകുമ്പോൾ ഒന്നിൻ്റെ മറ്റേതും തമ്മിൽ ക്യാൻസൽ ആയി പോകും. പക്ഷേ ഇഫ് ദർ എ സിംഗിൾ ഇലക്ട്രോൺസ് ഒക്കുപ്പൈഡ് ഇൻ ആൻ ഓർബിറ്റൽ, ഒരു ഓർബിറ്റലിൽ എവിടെയെങ്കിലും ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഓൾ ഓർബിറ്റൽസ് ആർ ഡബ്ലി ഒക്കുപ്പൈഡ്, then it is diamagnetic. If one or more orbitals are singly occupied, then it is paramagnetic. അപ്പോൾ singly occupied ആണെങ്കിൽ, എല്ലാം പെയർ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, എല്ലാം പെയർഡ് ആണെങ്കിൽ ഡയ, പെയർഡ് ആണെങ്കിൽ ഡയ ക്യാൻസൽ ആയി പോകും. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. സിംഗ്ലി ഒക്കുപ്പൈഡ് ആണെങ്കിൽ, പെയർഡ് മീൻസ് ഡബ്ലി ഒക്കുപ്പൈഡ്, ഡബ്ലി അതായത് രണ്ടെണ്ണം നിൽക്കുക, ഡബ്ലി ഒക്കുപ്പൈഡ് ആണ്, രണ്ടെണ്ണം വീതമാണ് നിൽക്കുന്നതെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്കും. സിംഗ്ലി ഒക്കുപ്പൈഡ് ഒറ്റക്കൊറ്റക്കാണ് നിൽക്കുന്നതെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ സിംഗ്ലി ഒക്കുപ്പൈഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇവിടെ എല്ലാം ഡബിൾ ആണ്. അപ്പോൾ ലിഥിയം മോളിക്യൂൾ എന്താണ്? ഡയാമാഗ്നറ്റിക്. അപ്പോൾ നിങ്ങളൊരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. കോൺഫിഗറേഷൻ എഴുതുക, എന്നിട്ട് അതിൻ്റെ സ്റ്റേബിൾ ആണോ എന്ന് പറയുക, അതിനുശേഷം ബോണ്ട് ഓർഡർ എത്രയാണെന്ന് പറയുക, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുക. ഈ ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു പോന്നാൽ മതി. ഈ 3 എണ്ണവും നിങ്ങൾ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പറയണം. അപ്പോൾ ലിഥിയത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ലിഥിയം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. ലിഥിയത്തിൽ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. ലിഥിയത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? പറയാൻ കിട്ടും. നെക്സ്റ്റ് He2, ഹീലിയം 2. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹീലിയം 2നെ കുറിച്ചാണ്. ഹീലിയം 2, He2, ഹീലിയം 2. ഹീലിയം 2നെ കുറിച്ച് എന്താ നമ്മൾ പറയുന്നത്? നോക്കിക്കേ, ഹീലിയം 2, ഹീലിയം മോളിക്യൂൾ അല്ലേ, ഹീലിയം 2. ഹീലിയം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? ഒരു ഹീലിയത്തിൽ 2, അപ്പോൾ 2 ഹീലിയത്തിൽ 4. ഒരു ഹീലിയത്തിൽ 2 എണ്ണമാണ്, അപ്പോൾ ഹീലിയം 2 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സിമ്പിളായിട്ട് നമുക്ക് ആ ഓർബിറ്റൽ വരയ്ക്കണമെന്നില്ല, 2 എണ്ണം അല്ലേ ഉള്ളൂ. അപ്പോൾ σ1s2 σ*1s2 ഇത്രേ എഴുതാനുള്ളൂ. σ1s2 σ*1s2 ഇങ്ങനെയേ എഴുതാനുള്ളൂ. അപ്പോൾ കോൺഫിഗറേഷൻ കഴിഞ്ഞു. കാരണം σ1sൽ 2 എണ്ണം, σ*1sൽ 2 എണ്ണം, അപ്പോൾ 4 ഇലക്ട്രോൺ ആയി. കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി ഇത് സ്റ്റേബിൾ ആണോ അല്ലയോ? ഇങ്ങനൊരു മോളിക്യൂൾ സ്റ്റേബിൾ ആണോ അല്ലയോ? NBയുടെ എണ്ണം, സ്റ്റെബിലിറ്റി. NBയുടെ എണ്ണം 2. ടോട്ടൽ 4 ഇലക്ട്രോൺ. അതിൽ NB 2 ആണെങ്കിൽ NAയും 2. രണ്ടും ഒരേ നമ്പർ. NBയുടെ എണ്ണവും NAയുടെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ അത് സ്റ്റേബിൾ അല്ല, ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ NBയുടെ എണ്ണവും NAയുടെ എണ്ണവും ഈക്വൽ ആയതുകൊണ്ട് ഹീലിയം എന്ന് പറയുന്ന മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എത്രയായിരിക്കും? എങ്ങനെ കാണാം? അങ്ങനെ കാണാൻ പറ്റുമോ? ഇത് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. പിന്നെ അതിന് ബോണ്ട് ഓർഡർ കാണാൻ പോകണം എന്തിനാ? പിന്നെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണാൻ പോകണം, അങ്ങനെ ഒരാളില്ലല്ലോ.
ഇല്ലാത്തൊരാളുടെ നമ്മൾ പറയാൻ പോകണോ? അപ്പോൾ ഇങ്ങനെ ഒരാളില്ല. അപ്പം സ്റ്റെബിലിറ്റി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ നിർത്താം. വേറെ ഒന്നും നോക്കണ്ട, മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കണ്ട, അതുപോലെ തന്നെ ബോണ്ട് ഓർഡറും നോക്കണ്ട. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് O2. എങ്ങനെ നോക്കാം? നോക്കിക്കേ, O2 മോളിക്യൂൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതായിരിക്കും ഇതൊക്കെ തന്നെ. O2 മോളിക്യൂൾസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസിക്കൽ ടു എത്രയാ? ഒരു ഓക്സിജനിൽ 8, അപ്പോൾ 2 ഓക്സിജനിൽ 16 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് വരക്കാം 4 എണ്ണം. ഇനി എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്? 1 2 2 1. നീ കൊടുത്തോ 16 ഇലക്ട്രോൺസ് കൊടുത്തോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ശരിയല്ലേ? ശരിയാണ്. ഇത് സ്റ്റാർ ഇല്ലാത്തത്, ഇത് സ്റ്റാർ ഉള്ളത്, ഇത് സ്റ്റാർ ഇല്ലാത്തത്, ഇത് സ്റ്റാർ ഉള്ളത്, ഇത് സ്റ്റാർ ഇല്ലാത്തത്, ഇത് സ്റ്റാർ ഇല്ലാത്തത്, ബാക്കി 3 എണ്ണവും സ്റ്റാർ ഉള്ളത്. അറിയാലോ ഇതൊക്കെ എഴുതല്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സ്റ്റെബിലിറ്റി നോക്കാം. അതായത് O2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടോ ഇല്ലേ? ഉണ്ട് നമുക്കറിയാം. കാരണം O2 നമ്മൾ എപ്പോഴും പറയുന്ന ആളാണ്. O2 എന്ന് പറയുന്ന ആളുണ്ട്, അതുകൊണ്ടാണ് സ്റ്റേബിൾ ആയത്. അപ്പോൾ സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആയിരിക്കും. എന്നാലും നമുക്ക് ചെക്ക് ചെയ്യാം O2 സ്റ്റേബിൾ ആണോ. O2 സ്റ്റേബിൾ ആണോ നോക്കിയേ. ബോണ്ടിങ് ഇല്ലാത്തതിൽ 2 എണ്ണം 4 6 8 10. എണ്ണിയത് തെറ്റിയില്ലല്ലോ. 2 4 6 8 10. NBയുടെ എണ്ണം 8. NBയുടെ എണ്ണം 8 ആണ്. NBയുടെ എണ്ണം 8 ആണോ? 1 2 3 4 5 6 7 8 9 10. 10 ആണ്. NBയുടെ എണ്ണം 10 ആണ്. ഞാൻ 10 എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ? NBയുടെ എണ്ണം 10 ആണ്. NBയുടെ എണ്ണം 10 ആണ്. NAയുടെ എണ്ണം 4. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, അപ്പോൾ 4 ആയി. 1 2 3 4 സ്റ്റാറിലുള്ളത്, ആന്റി ബോണ്ടിങ്ങിലുള്ളത്. ആ മുകളിലുണ്ട് 5 6. മുകളിലതാ ഈ സ്റ്റാർ ഉള്ളതിൽ ഈ ഒരു ഇലക്ട്രോണും ഈ ഒരു ഇലക്ട്രോണും, അപ്പോൾ 2 ഇലക്ട്രോൺ അവിടെ തന്നെയായി. പിന്നെ ഇവിടെ 2 ഇലക്ട്രോൺ, അപ്പോൾ 4. ഇവിടെ 2 ഇലക്ട്രോൺ, അപ്പോൾ 6. അപ്പോൾ NAയുടെ എണ്ണം 6. സ്റ്റേബിൾ ആണോ അല്ലയോ? ബോണ്ടിങ്ങിൽ 10 എണ്ണവും ആന്റി ബോണ്ടിങ്ങിൽ 6 ഉണ്ട്. സ്റ്റേബിൾ ആണോ അല്ലയോ? സ്റ്റേബിൾ ആണോ അല്ലയോ? സ്റ്റേബിൾ ആണ്. അഥവാ NB greater than NA ആണ്. 10 greater than 6. So it is stable. O2 സ്റ്റേബിൾ ആണ്. നമ്മൾ പറഞ്ഞല്ലോ O2 ഉണ്ട്, O2 എന്ന് പറഞ്ഞ ഒരാളെയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് O2 സ്റ്റേബിൾ ആയിരിക്കും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. O2 സ്റ്റേബിൾ ആണ്. Then what is the bond order? What is the bond order? എന്താണ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ബോണ്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ നിന്ന് ആന്റി ബോണ്ടിങ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം ബോണ്ട് ഓർഡർ കിട്ടാൻ. NB എത്രയാ സ്റ്റുഡൻസ്? BO ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB എത്രയാണ്? NB 10 മൈനസ് NA 6. 10 minus 6 divided by 2. 10 minus 6 means 4. 4 divided by 2. 4 divided by 2 is equal to 2. നമുക്കറിയാം ഓക്സിജൻ നമ്മൾ ഇതിനെ സ്ട്രക്ചർ ആക്കി കാണിക്കുമ്പോൾ O ഡബിൾ ബോണ്ട് O എന്നാണ് എപ്പോഴും നമ്മൾ എഴുതാറ്. അഥവാ 2 ബോണ്ട് ഓർഡർ. BO ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 മൈനസ് 6 ഈക്വൽ ടു 2. 2 മീൻസ് ഡബിൾ ബോണ്ട്. 2 എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 കൊണ്ട് ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടാണ് 2. ഒരൊറ്റ കാര്യം കൂടെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണ്? O2വിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണ്? ഡയാമാഗ്നറ്റിക് ആണോ എല്ലാം W ഓക്കുപൈഡ് ആണെങ്കിൽ ഡയ, എവിടെയെങ്കിലും ഒന്ന് സിംഗിൾ ആയിട്ട് ഓക്കുപൈ ചെയ്യുന്നുണ്ടെങ്കിൽ പാര. നോക്കാം. ഇവിടെ ഡബിളാണ്, ഇവിടെ ഡബിളാണ്, ഇവിടെ ഡബിളാണ്, ഇവിടെ ഡബിളാണ്, ഇവിടെ ഡബിളാണ്, ഇവിടെ ഡബിൾ, ഇവിടെ ഡബിൾ, ഇതൊക്കെ പേടാ. പക്ഷെ മുകളിൽ നോക്കിക്കേ, ഇയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഇയാൾ അപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. സ്റ്റേബിൾ പെയർഡല്ല, അൺപെയർ ആയിട്ട് നിൽക്കുന്നു, പെയർഡല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പെയർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർബിറ്റലിൽ സിംഗിളായിട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്കാണ്. അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക് അല്ല, 2 ഇലക്ട്രോൺസ് അവിടെ ഒഴിഞ്ഞു നിൽക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പാരാമാഗ്നറ്റിക് എന്നായി.
എന്താ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ആൾ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ആളിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് എന്ന് പേര് വിളിക്കുക. പാരാമാഗ്നറ്റിക്. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ് പാരാമാഗ്നറ്റിക് ആണ്. കാരണം എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ലോൺ പെയർ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട് അവിടെ. ലോൺ പെയർ ആയിട്ട് നിൽക്കുന്ന, സിംഗിളി ഒക്കുപ്പൈഡ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പാരാമാഗ്നറ്റിക് ആയത്. അത് നിങ്ങൾ എഴുതി വെക്കണം. എന്താണ് പാരാമാഗ്നറ്റിക് ആണെങ്കിൽ? if one or more electrons, orbitals, if one or more molecular orbitals, MOs, molecular orbitals are singly occupied, then it is paramagnetic. If one or more MOs are singly occupied, then it is para. അപ്പോൾ നോക്കിക്കേ, ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ ബോണ്ട് ഓർഡർ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. 2 എക്സാമ്പിളുകൂടെ നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂടുതലുള്ളത് ചെയ്യാം. 2 എക്സാമ്പിളുകൂടെ നമുക്ക് F2 ചെയ്യാം. F2 ചെയ്യാം. നിങ്ങൾക്ക് 20 വരെയുള്ള ആളുകളുടെ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നുള്ളൂ 20 വരെ, എണ്ണം 20 വരെ. അതായത് 1s 2s 2p6 3s2 കയറുന്നില്ല, 3s കയറുന്നില്ല. 2 വരെയുള്ള സെക്കൻഡ് ഷെല്ല് വരെയുള്ളതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px, പൈ 2py, സിഗ്മ 2pz, അങ്ങനെ 2 വരുന്നത് വരെയുള്ളൂ നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ F2 നോക്കാവുന്നു. F2 നിങ്ങൾ എന്നൊന്ന് സ്വന്തം ഇങ്ങനെ എഴുതി തുടങ്ങിയെങ്കിൽ F2 എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? F2 ഫ്ലൂറിൻ മോളിക്യൂളിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, 18 ആണ്. ദെൻ നമുക്ക് കോൺഫിഗറേഷൻ വരയ്ക്കാം. 1 2 3 4 18 ആണ്, 14നേക്കാൾ കൂടുതൽ. അപ്പം എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 1 2 1 2 18 ഇലക്ട്രോൺ കൊടുക്കാൻ പോവാണ്. 2 4 6 7 8 9 10 11 12 13 14 15 16 17 18. എഴുതി തെറ്റിയില്ലല്ലോ. 1 2 2 1 അല്ലേ വരേണ്ടത്? ഇവിടെ എഴുതി തെറ്റിയില്ലേ? 1 2 2 1 1 2 2 1. ഞാൻ 1 2 1 2 തന്നെയാണ് എഴുതിയത്. 1 2 2 1 ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് വരിക. നേരത്തെ എഴുതിയ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർ ഉള്ളത്, ഇത് സ്റ്റാർ ഇല്ല, ഇത് സ്റ്റാർ ഉണ്ട്. എന്തിനാ ഈ സ്റ്റാറും സ്റ്റാർ ഇല്ലാത്തത്? നമുക്ക് ഇനി സ്റ്റേബിലിറ്റി ആണോ നോക്കണമെങ്കിൽ അത് വേണം. F2 എന്ന് പറയുന്ന ആൾ സ്റ്റേബിൾ ആണോ അല്ലയോ? സ്റ്റേബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹാലോജൻസ് ഒക്കെ ഡയാറ്റോമിക് ആണ്. Cl2 F2 Br2 ഇങ്ങനെ ഉണ്ട്. I2 എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആണ്? NBയുടെ എണ്ണം നോക്കുക, ബോണ്ടിങ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കുക. 2 4 6 8 10 NB ഉണ്ട്. NBയുടെ എണ്ണം 10. NAയുടെ എണ്ണം 2 4 6 8 NA അടുത്തത് NA 8 ആണ്. ദെൻ NB ഗ്രേറ്റർ ദാൻ NA. ബോണ്ടിങ് ഓർബിറ്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം ഗ്രേറ്റർ ആണ് ആന്റി ബോണ്ടിങ്ങിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണത്തേക്കാൾ. അതുകൊണ്ട് ഇറ്റ് ഈസ് സ്റ്റേബിൾ ആണ് നമ്മൾ ഇപ്പോൾ എടുത്ത ആള്. ദെൻ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ബോണ്ട് ഓർഡർ എത്രയാണ്? എങ്ങനെ കാണുക? ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഇതാണ് ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ. അറിയാലോ, NB മൈനസ് NA, ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഹാഫ് അവിടെ ഉണ്ട്. NB 10, NA 8. അപ്പോൾ 10 മൈനസ് 8 ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1.
ഈക്വൽസ് 1. അഥവാ F2വിൻ്റെ ബോണ്ട് ഓർഡർ സിംഗിൾ ബോണ്ടാണ്. ദിസ് ഈസ് വാട്ട് ഈസ് സിംഗിൾ ബോണ്ട്. ഇനി എന്താ കാണാനുള്ളത്? സ്റ്റെബിലിറ്റി കണ്ടു, ബോണ്ട് ഓർഡർ കണ്ടു, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണാനുണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണാനുണ്ട്. എങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണുക? നോക്കിക്കേ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണുന്നത് എങ്ങനെയായിരുന്നു? എല്ലാം ഡബ്ലി ഒക്കുപ്പൈഡ് ആണെങ്കിൽ ഡയ, ഏതെങ്കിലും ഒന്ന് സിംഗിളായിട്ട് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ പാര. ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണെന്ന് നമ്മൾ കണ്ടു. നേരത്തെ എക്സാമ്പിളിലൂടെ ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണെന്ന് കണ്ടു. ഇതിലോ എല്ലാം ഡബ്ല്യു ഒക്കുപ്പൈഡാ. സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി വെക്കണ്ടോ? ഓൾ ഓർബിറ്റൽസ് ആർ ഡബ്ലി ഒക്കുപ്പൈഡ്, സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ഓരോ മോളിക്യൂളിൻ്റെയും നമുക്ക് ഇതുപോലെ നമുക്ക് കോൺഫിഗറേഷൻസ് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടുന്ന കുറച്ച് എക്സാമ്പിൾസ് തരാം. എന്നിട്ട് നിങ്ങളത് അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി വരണം. ഏതാണ് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്? N2വിൻ്റെത് കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കണം? N2വിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ട് സ്റ്റേബിൾ ആണോ, ബോണ്ട് ഓർഡർ എത്രയാണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എത്രയാണ്, ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. മറ്റൊരു കാര്യം N2വിൻ്റെ നിങ്ങൾ കണ്ടുപിടിക്കണം. മറ്റൊന്ന് B2വിൻ്റെ കണ്ടുപിടിക്കണം. B2വിൻ്റെത് കണ്ടുപിടിക്കണം. ഹീലിയം 2 നമ്മൾ കണ്ടു, ലിഥിയം 2 കണ്ടു, ബെറിലിയം ചെയ്തില്ല, ബോറോൺ ചെയ്തു, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഏകദേശം 20 വരെയുള്ളതൊക്കെ നമ്മൾ എടുത്ത് ചെയ്തു. എന്നാൽ N2ഉം B2ഉം നിങ്ങൾ ചെയ്യും. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് N2ഉം B2ഉം ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്തു തരുമ്പോൾ കറക്റ്റ് ആണോ എന്ന്. In contrast to valence bond theory, which assigns bonding orbitals to individual atoms, molecular orbital theory assigns the orbitals involved in bonding to the entire molecule. The simplest illustration of molecular orbital theory can be seen with the hydrogen molecule. According to molecular orbital theory, the 1s atomic orbitals of the 2 hydrogen atoms combine to give 2 molecular orbitals. Because atomic orbitals are wave functions, they can combine either constructively or destructively. Additive or constructive combination of the 2 atomic orbitals gives a bonding molecular orbital, while subtractive or destructive combination of the 2 atomic orbitals gives an anti-bonding molecular orbital. The bonding and anti-bonding molecular orbitals formed by the combination of 2 1s orbitals are called sigma 1s and sigma star 1s respectively. The bonding molecular orbital, sigma 1s, is lower in energy than the original atomic orbitals. And the anti-bonding molecular orbital, sigma star 1s, is higher in energy than the original atomic orbitals. Like atomic orbitals, molecular orbitals can accommodate a maximum of 2 electrons each, with the electrons in the ground state occupying the lowest possible energy orbitals. The molecular orbitals in the hydrogen molecule can be represented with lines or boxes placed at the appropriate relative energy levels. The 2 electrons in the hydrogen molecule both occupy the bonding molecular orbital. Because most of the sigma 1s bonding molecular orbital is located between the 2 nuclei, electrons in this orbital draw the 2 nuclei together by electrostatic attraction. The sigma star 1s anti-bonding molecular orbital consists of 2 lobes. The majority of the space occupied by the 2 lobes does not lie between the 2 nuclei. In this molecular orbital, the region between the 2 lobes is known as a node. Electrons in this orbital would actually draw the 2 nuclei apart by electrostatic forces. Hydrogen has no electrons in this anti-bonding molecular orbital. We can use the relative numbers of electrons in bonding and anti-bonding orbitals to determine the bond order. Bond order indicates the strength of the bond and is equal to the number of electrons in bonding orbitals minus the number of electrons in anti-bonding orbitals divided by 2. The hydrogen molecule has 2 electrons in its bonding molecular orbital,
and has no electrons in the antibonding molecular orbital. Therefore, its bond order is 1. Imagine describing a diatomic helium molecule using molecular orbital theory. Diatomic helium would have a total of 4 electrons. The first 2 would occupy the sigma 1s bonding molecular orbital. The third and fourth electrons would occupy the sigma star 1s antibonding molecular orbital, which is the lowest energy molecular orbital available. Diatomic helium would have 2 electrons in a bonding orbital and 2 electrons in an antibonding orbital, giving it a bond order of 0. Molecular orbital theory predicts that a molecule with bond order 0 will not exist. This prediction is supported by the fact that there is no such thing as a diatomic helium molecule. നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പം മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എങ്ങനെ, അതിൻ്റെ ഡയഗ്രാം എങ്ങനെ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കൂടെ കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ പാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇതും കൂടെ പഠിച്ചു വരിക. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഇതും ചെയ്യും. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.